ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ വൈ ബ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഷാർജ റെയിൻ റൂമാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം എന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് അത്യാവശ്യം ഇൻസ്റ്റാ റീൽസിലെല്ലാം അത്യാവശ്യം അങ്ങനെ കളിച്ചിരുന്നൊരു വീഡിയോസാണ്. ഞാൻ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു ഷാർജ റെയിൻ റൂമിലോട്ടൊന്ന് പോകണം. ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ അതിലോട്ട് പോകുമ്പോൾ വെള്ളം നമ്മുടെ മേലോട്ട് തട്ടില്ല, പക്ഷെ മഴവെള്ളം നമ്മുടെ മേലോട്ട് വന്ന് പാസ് ചെയ്യും. അങ്ങനത്തെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു ട്രിപ്പിലാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഓൺ ദ വേ എല്ലാ എക്സ്പീരിയൻസും കാണാം. സോ കീപ് ഗോയിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ഈ ഷാർജ റെയിൻ റൂം അല്ലേ അല്ലടാ, അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോ ഏകദേശം ടൈം ഇപ്പൊ എത്രയായി? ടൈം ഇപ്പൊ 5:30. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോ 5 മണിയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം മാപ്പിൽ ഇനി 9 മിനിറ്റ്സ് ബാക്കിയുണ്ട്. കണ്ടോ, 5 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ റോഡിൽ നല്ല ട്രാഫിക് കാണുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്, നെസ്റ്റോന്റെ സൈഡിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗായ്സ്, ഈ ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ പല പ്രാവശ്യം വിചാരിക്കുന്നതാണ് ഈ റെയിൻ റൂമിലോട്ട് പോകണമെന്നുള്ളത്. എപ്പോ നോക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടാറില്ല. ഉച്ചയ്ക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ പറയും ടിക്കറ്റ് ഫുള്ളാന്നുള്ള. അപ്പൊ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ എത്താനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാനൊരു രാവിലെ നേരത്തെ ആകുമ്പോൾ തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഇല്ല, ഇവിടെ നമുക്ക് കയറിക്കൂടാം. നമ്മൾ ഈ ഷാർജയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു പഴഞ്ചൻ സ്റ്റൈലിലാണ് ഇവിടുത്തെ ഫുള്ള് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് എല്ലാം, റോഡും ബിൽഡിങ്സ് എല്ലാം. നമ്മൾ ഏകദേശം ഇതിന്റെ റൂട്ടിലോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. സൈഡിലെല്ലാം വണ്ടികളെല്ലാം പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. നമ്മുടെ പോയിന്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതെ, യെസ്, റെയിൻ റൂം എന്നുള്ള നല്ല വലിയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. ലെഫ്റ്റിലതായിട്ട് നല്ലൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞാനിതിന്റെ സൈഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പാർക്കിങ്ങിനായിട്ട് ഇങ്ങനെ തപ്പി നടക്കുകയാണ് ഇനി. നമ്മുടെ ബിൽഡിങ്ങിന്റെ സൈഡിലെത്തി. ഇവിടെ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട്. സാറ്റർഡേ, തേഴ്സ്ഡേ 9 AM to 9 PM ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 25 dirhams ആണ്. ഓക്കെ, അങ്ങനെ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വലിയ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവരെ ഫുൾ ഡീറ്റെയിൽസ് അവർ 2012 എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ബിൽഡിങ് നല്ല അടിപൊളി സെറ്റപ്പിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോസ്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റാവുന്നതാണ്. ഇവിടെ അതിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവർ പച്ചകയിൽ കൊടുത്തിട്ടുണ്ട് #റെയിൻ റൂം എന്ന് കൊടുക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണത്. പുറത്തോട്ട് നോക്കുമ്പോഴൊന്നും അത്ര വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് കയറി. എൻ്റെ മുന്നിൽ 2 മദാമകൾ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പിന്നിൽ ഞാനും ഇറങ്ങി. അങ്ങനെ നടന്ന് പാസ് ചെയ്യാണ്. ഇതിങ്ങനെ ഒരു സ്ലോപ്പായിട്ട് താഴത്തോട്ടുള്ളൊരു വഴിയാണ്. ഇപ്പോൾ അതാ ഒരു അറബി നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ അതാ ഈ ഗൈസ് നമ്മുടെ റെയിൻ റൂമിന്റെ വ്യൂ അതാ കാണുന്നു. ഇങ്ങനെ അറബി ഇങ്ങനെ പറയുന്നുണ്ട്, പതുക്കെ നടക്കണം, വാക്ക് സ്ലോലി എന്ന് പറയുന്നുണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ടീമിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ഇതിൽ വരുന്ന ടീംസിനെല്ലാം അറ്റ് എ ടൈമിൽ 50 minutes അവർ അലോ ചെയ്യുള്ളൂ. 15 minute നമുക്കിതിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. 15 minute കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ പുറത്തിറങ്ങണം.
അങ്ങനെ അതാ എൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ട് വന്നിട്ടുള്ള ടീം അവരിങ്ങനെ പതുക്കെ ഉള്ളിലോട്ട് വെള്ളത്തിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞാനും ഇവരെ സൈഡിലൂടെ അങ്ങനെ പാസ് ചെയ്ത് നോക്കി എന്താണ് അതിന് സെറ്റപ്പ് എന്നൊക്കെ അറിയാൻ. അയ്യോ, നല്ല അടിപൊളി വ്യൂ ആണ്. വെള്ളം ഇങ്ങനെ താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഞാനും ഉള്ളിലോട്ട് ഇറങ്ങി. നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സ്ലോലി പതുക്കെ നടക്കുമ്പോൾ ഇതിൽ നമുക്ക് വെള്ളം നമ്മുടെ മേല് തട്ടുന്ന അറിയില്ല. പക്ഷേ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ നമ്മളെ മേല് വെള്ളം തട്ടുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് സംഭവം. ഇതിൻ്റെ മെക്കാനിസം ഭയങ്കര നല്ലൊരു മെക്കാനിസം തന്നെയാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂടെ വേറൊരു ഫാമിലീസും ഉണ്ടായിരുന്നു, ഒരു തമിഴ് ഫാമിലി. അവരെ കുട്ടികളാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിപൊളി ഡാൻസിങ് ആണ്. അതെ, കുട്ടികൾക്ക് വെള്ളം കണ്ടാൽ മതിയല്ലോ, അടിച്ച് പൊളിച്ച് ഒരു ഭയങ്കര എൻജോയ്മെന്റിലാണ്. യെസ്, അങ്ങനെ 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും അടുത്ത ടീമിനെ അവര് എൻട്രിങ്ങിന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളടുത്ത് പറയുന്നുണ്ട് അവിടെ നിന്ന് മാറാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. ഇതില് ഇതാ ഈ മേലെ കാണുന്ന ഈ ലൈന്, യെസ്, ഈ ലൈനിന്റെ ആ ഉള്ളിലുള്ള ഈ ഭാഗത്തോടെ മാത്രമാണ് വെള്ളം വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതായി ബ്ലാക്ക് കാണുന്നതാണ് നമുക്ക് ഹീറ്റിംഗ് ഓപ്ഷൻസ്. വാഷ്റൂം ഏരിയയിലുള്ള ഹീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും പോകാൻ പറ്റാവുന്നതാണ്. ഷാർജ റൂമിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ടിക്കറ്റിന് 25 ദിർഹംസ് ആണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഏർലി മോർണിംഗിൽ ചെയ്താൽ എളുപ്പമാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആകെ പ്രശ്നമാവും. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിവേ, താങ്ക് യു ആൻഡ് സീ യു സൂൺ. ബൈ.